കുറച്ചു മുമ്പ് ഒരു ചെയിൻ സ്നാച്ചിങ് നടന്നിട്ടുണ്ട്. കുറച്ചപ്പുറത്തെ റോഡ് വെച്ചാ. അത് ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? മാല നഷ്ടപ്പെട്ട സ്ത്രീ അടയാളം പറഞ്ഞത് ഏകദേശം ഇങ്ങനെ ഒരു മാലയാ. എന്തൊക്കെയാ സാറി പറയുന്നത്? എന്താ ദേവേട്ടാ? കണിമംഗലത്ത് ജപ്തി നടന്നു. എല്ലാവരെയും ഇറക്കി വിടാൻ തുടങ്ങുമ്പോ ചന്ദ്രശേഖരൻ വന്ന് ബാധ്യതകളെല്ലാം തീർത്തു. എന്നിട്ട് ചന്ദ്രശേഖരൻ ഒരു ഡിമാൻഡ് വെച്ചു. എല്ലാവർക്കും കണിമംഗലത്ത് നിൽക്കാം, പക്ഷേ വരുണൻ രാധികയും പാടില്ല. ഈശ്വര, എന്നിട്ടെന്താ, അവരിറങ്ങി. അയ്യോ, നമ്മുടെ മോള് പ്രിയങ്ക തുടങ്ങി വെച്ചത് ചന്ദ്രശേഖരൻ വന്ന് പൂർത്തിയാക്കി. ദേവേട്ടാ, മക്കൾ ഇനി എങ്ങോട്ട് പോകാനാ? എനിക്കറിയില്ല യശോദേ. എന്നും അവള് പറയാറുള്ളത് പോലെ സന്തോഷം അവൾക്ക് വിധിച്ചിട്ടില്ല. അമ്മയെ കണ്ടു, കൂടെ കുറച്ചു ദിവസം ഉണ്ടായി. എന്നിട്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ നോക്കിയപ്പോ അമ്മ എങ്ങോട്ട് പോയി. ഇപ്പോ നമ്മുടെ മോള് തെരുവിലുമായി. എനിക്ക് വയ്യ യശോദേ. ഇതിനപ്പുറം ഒന്നും താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. എന്നിട്ടും അവള് നമ്മളെ വിളിച്ചില്ലല്ലോ. എന്തിനാ വിളിക്കുന്നേ? വിളിച്ചാ നമ്മൾ കരയുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് മാത്രം അവള് വിളിക്കാത്തത്. ആ കുടുംബത്തോട്, അവര് രണ്ടുപേരോട് നമ്മൾ എന്ത് പറയും യശോദേ? കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോട് നമ്മൾ എന്ത് പറയും? ഈശ്വര, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ. നിങ്ങൾ പോയിട്ടോ, ഞാൻ ഇവിടെ വയ്ക്കാം. ആ, വരൂ വരൂ, ഇരിക്കണം. എന്താ വേണ്ടത്? കുറച്ച് സ്വർണം വിൽക്കാനുണ്ടായിരുന്നു. ഓ, ഒരു മാലയാ. അതിനെന്താ? പണമായിട്ട് കൈ കിട്ടണം, അതാ. ഓ, അതിനൊന്നും കുഴപ്പമില്ല. പേടിക്കണ്ട, ഒറിജിനൽ സ്വർണം തന്നെയാ. സോറി മാഡം, ഇതൊക്കെ ഞങ്ങളുടെ ബിസിനസിന്റെ ഭാഗമാണ്. നോക്കാതെ പറയാൻ പറ്റില്ല. ആ, ഇത്രയും കാലത്തിന്റെ ബിസിനസ്സിനിടയിൽ 4-5 തവണയെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ട്. അതിൻ്റെ നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ്. തൂക്കം ഒന്ന് നോക്കട്ടെ.
സാർ എന്താണ് ഇവിടെ ബിസിനസ്? ജ്വല്ലറി ആണ് സാർ. അതിനിവിടെ കാര്യമായിട്ടൊന്നും കാണുന്നില്ലല്ലോ. സാർ എനിക്ക് ലൈസൻസ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ സ്വർണ്ണങ്ങൾ വിലക്ക് എടുക്കുന്നുണ്ട്. ഓ, അപ്പൊ ഇവരോ? അത് സ്വർണം വിൽക്കാൻ വന്നവരാണ് സാർ. ഇവര് ഏത് സ്വർണ്ണം വയ്ക്കാൻ കൊണ്ടുവന്നത്? സാർ ഇതാ. ഇത് എന്റെ താലിമാലയാണ് സർ. ഏകദേശം ഇതുപോലെ തന്നെയാണ് സാർ. എന്താ സർ, എന്താ പ്രശ്നം? കുറച്ചു മുമ്പ് ഒരു ചെയിൻ സ്നാച്ചിങ് നടന്നിട്ടുണ്ട്, കുറച്ചപ്പുറത്തെ റോഡ് വെച്ചാ. അത് ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? മാല നഷ്ടപ്പെട്ട സ്ത്രീ അടയാളം പറഞ്ഞത് ഏകദേശം ഇങ്ങനൊരു മാലയാ. എന്തൊക്കെയാ സാർ ഈ പറയുന്നത്? 10 മിനിറ്റ് മുമ്പ് വരെ രാധികയുടെ കഴുത്തി കിടന്ന മാലയത്. മിസ്റ്റർ, നിങ്ങൾ വെറുതെ ബഹളം വെക്കരുത്. തൽക്കാലം ഈ മാല ഞങ്ങൾ സ്റ്റേഷൻ വരെ കൊണ്ടുപോവാം. നിങ്ങൾ മണിയന്നൂർ സ്റ്റേഷനിലേക്ക് വന്നോളൂ. അവിടെ വന്ന് ഒപ്പിട്ടിട്ട് മാല തിരികെ കൊണ്ടുപോവാം. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സാറേ? എവിടെയെങ്കിലും ഒരു മാലാമോഷണം നടന്ന ഈ നാട്ടിൽ മാലയിട്ടുണ്ടോ നടക്കുന്നവരെ മുഴുവൻ നിങ്ങൾ ചോദ്യം ചെയ്യും. അവരുടെ കഴുത്തി കിടക്കുന്ന മാലയൊക്കെ നിങ്ങൾ അങ്ങ് തിരിച്ചെടുത്തോണ്ട് പോകുമോ? നീ ആരാ? ഞാനും എൻ്റെ ഏട്ടനാ. ഞങ്ങൾ കണിമംഗലത്തെയാ. കണിമംഗലം പരമേശ്വരന്റെ മക്കളാ. ആരുടെ മക്കളായാലും ശരി, ഇതിപ്പോ ഞങ്ങൾ കസ്റ്റഡി എടുക്കുക. സ്റ്റേഷനിൽ വന്നാ മാല തിരിച്ചു തരാം. പറ്റില്ല സാർ. എടോ, താൻ എന്റെ ഡ്യൂട്ടി തടയാൻ നിൽക്കരുത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഇത് തിരിച്ചു കിട്ടാനും നീ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. എന്താ സാർ ഇത്? സാർ, ഞങ്ങളൊരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയ താലിമാല ഊരി വിൽക്കുന്നത്. അതിന് പോലും തടസ്സം പറയാന്ന് വെച്ചാ? തടസ്സം ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. സ്റ്റേഷനിലേക്ക് വരാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ? നടക്കടോ. സാർ പറ്റില്ല, അത് കൊണ്ടുപോകാൻ പറ്റില്ല. എടോ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ സ്റ്റാച്ചിങ് നടത്തിയത് നീയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പൊ പിന്നെ ഈ മാല മാത്രമല്ല, നിന്നെ കൂടെ ഞാൻ തൂക്കിക്കൊണ്ടുപോകും. അത് വേണോ? വരും.